നമസ്കാരം. റാഫ് ടോക്ക് ഫുട്ബോളിലേക്ക് എവർക്കും സ്വാഗതം. കളിക്കിടയിൽ അർജൻറ്റീന താരങ്ങളുടെ പ്രൊവോക്കേഷൻ എല്ലാവരും പറയുന്നൊരു കാര്യമാണ്. അതിങ്ങനെ ഓരോന്ന് പറഞ്ഞ് ജോർജ് അങ്ങനെയൊക്കെയാണ് അർജൻറ്റീന ഒരു കളി രീതി. അതിൽ ചിലർ പോയി വീഴും, അങ്ങനെ പ്രശ്നങ്ങളാവും, കാർഡ് കിട്ടും, ഒക്കെ സംഭവിക്കും. എന്നാൽ അർജൻറ്റീന താരങ്ങളുടെ പ്രൊവോക്കേഷനെ എങ്ങനെ ഫൈനലിൽ നേരിടും? റോഡ്രിയുടെ മറുപടി. ഇന്നലെ മാധ്യമങ്ങളെ കണ്ട കൂട്ടത്തിൽ റോഡ്രി ഉണ്ടായിരുന്നു. പ്രീ മാച്ച് പ്രസ് കോൺഫറൻസിൽ അദ്ദേഹം വളരെ കൃത്യമായിട്ട് അതിന് മറുപടി പറയുന്നു. നാളെ നടക്കുന്ന ഫൈനലിന് മുന്നോടിയായിട്ട് അർജൻറ്റീനയുടെ പ്രകോപനങ്ങൾ, അവരുടെ താരങ്ങളുടെ പ്രകോപനങ്ങൾ, പ്രൊവോക്കേഷൻസിനെ എങ്ങനെ നേരിടും? റോഡ്രിയുടെ മറുപടി: തീർച്ചയായിട്ടും ഞങ്ങൾ വളരെ കംപ്ലീറ്റ് ടീമാണ്. ഈ ടൂർണമെൻറ്റിൽ മുഴുവൻ ഞങ്ങൾ അങ്ങനെയായിരുന്നു. അവരാണെങ്കിലോ വളരെ പേഴ്സിസ്റ്റൻ്റാണ്, വളരെ കോമ്പറ്റിറ്റീവാണ്. ഞങ്ങൾക്കറിയാം ഏത് ടൈപ്പ് ടീമാണ് അർജൻറ്റീന എന്നുള്ളത്. അതുകൊണ്ട് തന്നെ അവർക്ക് ബുദ്ധിമുട്ടുണ്ടാക്കാൻ ഞങ്ങളും ശ്രമിക്കും. പിന്നെ പ്രൊവോക്കേഷൻ, അത് ഫുട്ബോളിൻ്റെ ഒരു അധിക ഭാഗമാണ്, എക്സ്ട്രാ പാർട്ടായിട്ടാണ് ഞാൻ കാണുന്നത്. അതെങ്ങനെ പോകും എന്നുള്ളത് നമുക്ക് നോക്കാം. അങ്ങനെ എങ്ങനെ ഗെയിം ഡെവലപ്പ് ആവും എന്ന് നമുക്ക് നോക്കാം. എന്ന് പറഞ്ഞാൽ അർജൻറ്റീന ആ തരത്തിലേക്ക് കാര്യങ്ങൾ കൊണ്ടുപോയാൽ കളിക്കളത്തിൽ തീർച്ചയായിട്ടും ഞങ്ങളുടെ ഭാഗത്ത് നിന്ന് അതനുസരിച്ച് കാര്യങ്ങൾ കൈകാര്യം ചെയ്യേണ്ടതുണ്ട്. സോ കളി മോർ അഗ്രസീവ് സ്റ്റൈൽ ഓഫ് പ്ലേയിലേക്ക് പോവുകയാണെങ്കിൽ അത് നമ്മൾ ശ്രദ്ധിക്കണം. അപ്പോൾ അങ്ങനെ ഒരു ഫേസിലേക്ക് ഗെയിം മാറുമ്പോൾ തീർച്ചയായിട്ടും വി ഡോണ്ട് ഹാവ് ടു പേ അറ്റൻഷൻ ടു പ്രൊവോക്കേഷൻസ്. അവരുടെ പ്രകോപനങ്ങൾക്ക് ഞങ്ങൾ ശ്രദ്ധ കൊടുക്കാതിരിക്കണം. അതാണ് ചെയ്യേണ്ടത്. പ്രകോപനങ്ങൾ ഒക്കെ എത്തുന്ന ഒരു സ്റ്റേജിലേക്ക് കളി പോവുകയാണെങ്കിൽ അതിന് ശ്രദ്ധ കൊടുക്കാതിരിക്കുക, നമ്മുടെ കളിയിൽ ശ്രദ്ധിക്കുക. വി ഹാവ് ടു തിങ്ക് അബൌട്ട് പ്ലേയിങ് അവർ ഗെയിം. ഞങ്ങളുടെ കളി കളിക്കുന്നതിൽ ശ്രദ്ധിക്കുക എന്നുള്ളതാണ് വേണ്ടത്. ആൻഡ് നോട്ട് ഗെറ്റ് ഇൻ ടു പ്രൊവോക്കേഷൻ ആൻഡ് ആർഗ്യുമെൻറ്റ്സ്. അനാവശ്യമായിട്ടുള്ള പ്രകോപനങ്ങളിൽ വീഴാതിരിക്കുക, അതുപോലെ അനാവശ്യമായിട്ടുള്ള തർക്കങ്ങളിലേക്ക് പോവാതിരിക്കുക. നമ്മുടെ കോൺസെൻട്രേഷൻ നഷ്ടപ്പെടുത്തും. അതുകൊണ്ട് തന്നെ അത് ഒഴിവാക്കി അവരങ്ങനെ പ്രൊവോക്കേറ്റ് ചെയ്യുകയാണെങ്കിൽ മെയിൻ ചെയ്യാതെ പോവുക എന്നുള്ളതാണ് നിലപാട് എന്നാണ് ഇപ്പോൾ റോഡ്രി പറയുന്നത്. അപ്പോൾ അദ്ദേഹത്തോട് ചോദിക്കുന്നുണ്ട്, മത്സരം തോൽക്കുമെന്ന് ഭയമുണ്ടോ എന്നുള്ളതാണ്. അപ്പോൾ തോൽക്കുമോ എന്നുള്ളൊരു ഭയം നമുക്കുണ്ടായാൽ നമുക്ക് വിജയിക്കാനുള്ള സാധ്യത കുറയും. അങ്ങനെയൊന്നുമില്ല എന്ന് തന്നെ അദ്ദേഹം വളരെ കൃത്യമായിട്ട് പറയുന്നു. സോ വിജയിക്കുക, തോൽക്കുക എന്നതിനേക്കാൾ കൂടുതൽ, തോൽക്കുക എന്നുള്ള ഭയത്തേക്കാൾ കൂടുതൽ വിജയിക്കുക എന്നുള്ളൊരു ഡിസയറാണ് നമുക്ക് വേണ്ടത് എന്ന് അദ്ദേഹത്തിൻ്റെ ഒരു ഫിലോസഫി ഈ ഒരു വിഷയത്തിൽ പറയുന്നുണ്ട്. അതോടൊപ്പം തന്നെ വി വാണ്ട് ടു വിൻ ദി വേൾഡ് കപ്പ്. ഞങ്ങൾക്കറിയാം അത് സാധിക്കുമെന്ന്, ഞങ്ങൾക്കറിയാം സംഭവിക്കുമെന്നറിയാം. സോ ത്രൂ ഔട്ട് ദി ടൂർണമെൻറ്റ് ബിഗ് റൈവൽസിനെ നേരിട്ടുകൊണ്ട് വരുമ്പോൾ നൗ വി ഹാവ് ടഫർ ഓപ്പണൻറ്റ് ലെഫ്റ്റ്. ഇനി ഒരു ടഫർ ഓപ്പണൻ്റാണ് ഞങ്ങളുടെ മുന്നിലുള്ളത്. ഇറ്റ് വിൽ ബി ദി പെർഫെക്റ്റ് ടെസ്റ്റ് ടു സീ ഇഫ് വി ആർ കേപ്പബിൾ ഓഫ് വിന്നിങ് വേൾഡ് കപ്പ്. വേൾഡ് കപ്പ് നേടാൻ ഞങ്ങൾ കേപ്പബിൾ ആണോ എന്നുള്ളതിനുള്ള കൃത്യമായിട്ടുള്ള ഒരു പരീക്ഷണമാണ് നടക്കാൻ പോകുന്നത് എന്ന് കൂടി റോഡ്രി പറയുന്നു. ഇവിടെ അവസാനിക്കുന്നു. ഫുട്ബോൾ ലോകത്തെ കൂടുതൽ വിശേഷങ്ങളുമായി റാഫ് ടോക്സ് എത്താം.